ബ്യൂട്ടി പാർലറിലിരിക്കുന്ന തമ്പുരാട്ടി ഞായറാഴ്ച വയനാട്ടിൽ വരുന്നത് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിന്റെ മുഖത്തെ ലേശം വെളുപ്പൊക്കെ ഒന്ന് മാറ്റി മുഖത്ത് സ്കിന്നിൽ ലേശം വെയിലടിക്കുന്ന രീതിയിൽ നിന്നെ പുറത്തിറക്കാൻ യൂത്ത് കോൺഗ്രസുകാർ വഴിയിലുടനീളം കരിങ്കൊടിയുമായി ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം, റീറ്റെയിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നൊന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കേ. വണ്ടാനത്ത് 5 കൊല്ലം മുൻപ് ഡോക്ടർ മറന്നുവെച്ചത് കത്രികയല്ല, ഹീമോസ്റ്റാറ്റ് എന്ന ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതൊരു നെഗ്ലിജൻസ് ആണ്, ഒരു പിഴവ് തന്നെയാണ്. അവർക്കെതിരെ നടപടിയും എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യർ ചെയ്യുന്ന എന്ത് കാര്യത്തിലും ഒരു മൈനോറിറ്റി എങ്കിലും ഹ്യൂമൻ എറർ സംഭവിക്കും. അത് വീണ ജോർജ് മന്ത്രി ആയതുകൊണ്ടോ മലയാളി ചെയ്തതുകൊണ്ടോ സർക്കാർ ആശുപത്രി ആയതുകൊണ്ടോ സംഭവിക്കുന്നതല്ല. ലോകത്ത് എല്ലായിടത്തും ഇത് സംഭവിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, വീണ ജോർജിനെ നമുക്കെല്ലാവർക്കും ഒരുപാട് കാലമായി അറിയാം. അവർ മന്ത്രിയായ മുതൽ UDF ടാർഗറ്റ് ചെയ്ത് സമരം ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സമരങ്ങളും കരിങ്കൊടികളും അവർ ഒരുപാട് നേരിട്ടിട്ടുമുണ്ട്. ഞാനിവിടെ ഉണ്ട്, ഇറങ്ങി നിന്ന് അതിനു വേണ്ടിയിട്ടാ. അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല. നിങ്ങൾ വിനു മോഹൻ ഒന്ന് ഫോൺ ചെയ്ത് എന്നോട് പറയണ്ടേ ഇവരുടെ നിപ്പുണ്ടെന്ന്, ഞാൻ അന്നേരം ഇവിടെ വന്നേനെ. പക്ഷെ അവർ ഇങ്ങനെ പ്രതികരിക്കുന്നത് മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? തനിക്ക് നേരെ അതിക്രമം നടന്നാൽ ആത്മാഭിമാനമുള്ള ഏത് സ്ത്രീയും ഇങ്ങനെയേ പ്രതികരിക്കും. ആര്, എങ്ങനെ എന്നൊക്കെയുള്ള ദൃശ്യ തെളിവുകൾ നൽകേണ്ട ബാധ്യത വീണയ്ക്കല്ല. മന്ത്രിക്ക് പരിക്കേറ്റുന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. എന്നാൽ പ്രതിപക്ഷത്തുള്ള മുതിർന്ന നേതാക്കളിൽ ഒരാൾ പോലും അനുഭാവപൂർവ്വമായി പ്രതികരിച്ചില്ല എന്നത് സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ്. VD സതീശന്റെ സ്ത്രീപക്ഷ ലിബറൽ നാട്യങ്ങളൊന്നും ഇപ്പോൾ വർക്കാകുന്നില്ല.